കേരള പൂരക്കളി അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2 പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും 10 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും 35 പേർക്ക് പൂരക്കളി പുരസ്കാരവും നൽകും. ഡോക്ടർ ഇ ശ്രീധരനും കാഞ്ഞങ്ങാട് പി ദാമോദരൻ പണിക്കർക്കുമാണ് സമഗ്ര സംഭാവന പുരസ്കാരങ്ങൾ. കേരള പൂരക്കളി അക്കാദമി 2025 വർഷത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പൂരക്കളി കലാകാരന്മാരിൽ നിന്നും പണിക്കന്മാരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ചിരുന്നു. 107 അപേക്ഷകളാണ് അവാർഡിനായി ലഭിച്ചത്. 2 പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും 10 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും 35 പേർക്ക് അവാർഡും നൽകാനാണ് ജൂറിയുടെ തീരുമാനം. 47 പേരെ ഈ രീതിയിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറിയും പൂരക്കളി അക്കാദമി അംഗവുമായിട്ടുള്ള എ വി അജയ്കുമാർ, കേരള പൂരക്കളി അക്കാദമി മെമ്പറും പൂരക്കളി പണിക്കറുമായിട്ടുള്ള പി സജികുമാർ, വിപിൻ പണിക്കർ എന്നിവർ ചേർന്നിട്ടുള്ള ജൂറി രൂപീകരിച്ചിരുന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സംസ്കൃത സാഹിത്യ വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഡോക്ടർ ഇ ശ്രീധരൻ, പ്രമുഖ പൂരക്കളി പണിക്കർ കാഞ്ഞങ്ങാട്ടെ പി ദാമോദരൻ എന്നിവർക്കാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. പൂരക്കളി രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ മറത്തുകളി അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ചു വന്നിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ ഇ ശ്രീധരൻ. വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള മറ്റൊരു കാര്യം, 55 വർഷമായി പൂരക്കളി രംഗത്ത് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലബാറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന മറത്തുകളി പണിക്കരാണ് കാഞ്ഞങ്ങാട് പി ദാമോദരൻ. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾക്കുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി ഈ കമ്മിറ്റി തീരുമാനിക്കും. അത് ഈ അവാർഡിന് തന്നെ ഒരു മഹിമ കൂട്ടുന്ന കാര്യമായിട്ടാണ്. പയ്യന്നൂരിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ടി ഐ മധുസൂദനൻ MLA, പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ MLAയുമായ കെ കുഞ്ഞിരാമൻ, പയ്യന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ VP മോഹനൻ, അക്കാദമി മെമ്പർ പി സജികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.